മരിക്കേണ്ടി വന്നാലും സത്യം വെടിയരുത്. ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുത്തിക്കൊള്ളും. പ്രഭാഷകൻ 4:28. നമ്മൾ മരിക്കേണ്ടി വന്നാലും സത്യത്തെ പലപ്പോഴും വെടിയേണ്ടതായിട്ടുള്ള സാഹചര്യം നമ്മുടെ അനുദിന ജീവിതത്തിലുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ സത്യത്തിന് വേണ്ടി നിൽക്കുന്ന നിൽപ്പ് അത്ര സ്ട്രോങ് അല്ല. അതിനൊരു റീസൺ ഉണ്ട്. സത്യത്തിന് വേണ്ടി നമ്മൾ നിൽക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുള്ളതായിട്ട് സാധാരണ ആൾക്കാരും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ സത്യത്തിന് വേണ്ടി നിൽക്കുന്നു, അതുകൊണ്ട് കുറച്ച് സാമ്പത്തിക നഷ്ടമുണ്ടാകും, ബാക്കിയുള്ളവർ നമ്മളെ കളിയാക്കുന്നു, നമ്മൾ കുറച്ച് പിറകിലാകും. ഇങ്ങനെയുള്ളതല്ലാതെ മറ്റൊരു ഗുണമുള്ളതായിട്ട് പലപ്പോഴും നമുക്കറിയില്ല. എന്നാൽ ആ ഗുണം എന്താണെന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ വിശുദ്ധരിലേക്ക് നോക്കണം. ലോകത്തിൽ അനേകം മഹാത്മാക്കളുണ്ട്. എന്നാൽ ഇവരോടൊക്കെ പ്രാർത്ഥിച്ചിട്ട് രോഗശാന്തി ലഭിച്ചതായി നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? മരിച്ചവരാരെങ്കിലും ഉയർത്തെണീറ്റതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നാൽ ഇന്നും ജീവിച്ചിരിക്കുന്ന മദർ തെരേസയോടും അൽഫോൻസാമയോടും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളോടൊക്കെ നമ്മൾ മധ്യസ്ഥം തേടുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നതായി നമ്മൾ അറിയുന്നുണ്ട്, അല്ലേ? അപ്പോ അവർ ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയാലും ഇപ്പോഴും അവര് ജീവിച്ചിരിക്കുവാണ്. സത്യത്തിന് വേണ്ടി നിൽക്കുമ്പോ അവരും വിഷമിച്ചിട്ടൊക്കെയുണ്ട്, അവരും ഒറ്റയ്ക്കായി പോയിട്ടുണ്ട്. എന്നാൽ അവര് നിലനിന്നപ്പോ ദൈവം അവരെ മഹത്വപ്പെടുത്തി. സത്യത്തിന് വേണ്ടിയുള്ള ഒരു പ്രതിഫലം എപ്പോഴാണ് നമ്മൾ കാണുന്നത്, നേടിയെടുക്കുന്നത് എന്ന് ചോദിച്ചാൽ നിത്യജീവനെ മുൻനിർത്തി മനസ്സിലാക്കുമ്പോഴാണ്. അതായത് ഈ ഭൂമിയിൽ കുറെ നാളുകൾക്ക് ശേഷം ചിലപ്പോൾ സത്യം എന്തേലും പ്രതിഫലം കണ്ടെത്തിയെന്ന് വരാം. എന്ന് പറഞ്ഞാൽ സത്യത്തിന് എന്തേലും ഒരു ഫലം കിട്ടുന്നതായിട്ട് തോന്നിയേക്കാം. പക്ഷേ പലപ്പോഴും സത്യം നിഷേധിക്കപ്പെട്ട് മരിച്ചു പോകുന്ന വ്യക്തികളുണ്ട്. അവരുടെ കാര്യം എന്താകും? ആ മനുഷ്യരുടെയൊക്കെ നീതി എവിടെയാ വരിക? അവരുടെ എല്ലാവരുടെയും നീതി വരുന്നത് നിത്യജീവനിലാണ്. നമ്മൾ നിത്യജീവനെ കാണുമ്പോഴാണ് നമുക്ക് സത്യത്തിന് വേണ്ടിയുള്ള നിലനിൽപ്പിന്റെ ആവശ്യം മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധരോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ രോഗങ്ങൾ മാറുന്നു എന്ന് പറഞ്ഞത്. ഭൂമിയിൽ ജീവിച്ച മറ്റു മഹാത്മാക്കളോടൊന്നും പ്രാർത്ഥിച്ചാൽ നമ്മുടെ രോഗങ്ങൾ മാറുന്നില്ല. അതുകൊണ്ടാണ് പ്രഭാഷകൻ ഉറപ്പിച്ചു പറയുന്നത്, മരിക്കേണ്ടി വന്നാലും സത്യം വെടിയരുത്. ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുത്തിക്കൊള്ളും.